സാമൂഹ്യ നിരീക്ഷകൻ കൂടിയായ ശ്രീ ഫക്രുദ്ദീൻ കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഫക്രുദ്ദീൻ, അതായത് കണ്ണൂർ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് CPIM-നെ അപകീർത്തിപ്പെടുത്താനുള്ള RSSന്റെ ഗൂഢാലോചനയാണ് നടക്കുന്നത് എന്ന് പി ജയരാജൻ ഉന്നയിക്കുമ്പോൾ ഉയരുന്ന 2-3 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ജയരാജൻ കൊലപാതക കേസിൽ പ്രതിയായി UAPA ചുമത്തപ്പെട്ട് അകത്തേക്ക് പോകുന്നു, റിമാൻഡിലേക്കാകുന്നു. ഇതാണോ അതോ പി ജയരാജൻ മുന്നോട്ട് വെച്ച രാഷ്ട്രീയ ഗൂഢാലോചനയുടെ, RSSും ഉമ്മൻചാണ്ടിയുമായി ചേർന്ന് നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഒപ്പം CPIM-നെ തകർക്കാനുള്ള ശാരീരികമായി തന്നെ നിരവധി തവണ തന്നെ പി ജയരാജനെ തന്നെ നേരിട്ട ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ആ പശ്ചാത്തലത്തിൽ കൂടി ആ രാഷ്ട്രീയ ഗൂഢാലോചനയാകുമോ പി ജയരാജൻ്റെ ഈ നിയമ നടപടി പ്രവേശിക്കുന്ന ഘട്ടത്തിൽ ചർച്ചയാവുക, അതോ ജയരാജൻ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കേസിലേക്ക് കടക്കുന്നു എന്നതാകുമോ രാഷ്ട്രീയ കേരളം വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യുക? എങ്ങനെയാണ് അതിൻ്റെ മാനം വർദ്ധിക്കുന്നത്? ജയരാജൻ രാഷ്ട്രീയ കൊലപാതകവുമായിട്ട് ജയിലിലായി എന്നുള്ള ഒരു ചർച്ച അതിനത്രമാത്രം പ്രസക്തി ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. 2 കാരണങ്ങൾ ഉണ്ടാണ്. കാരണം കണ്ണൂരിലെ ഒരു രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ചരിത്രം കാലാകാലമായി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അതിൻ്റെ ഒരു അഡീഷൻ മാത്രമാണ്, അതിൻ്റെ ഒരു അധ്യായം മാത്രമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ കേരളത്തിൽ സംജാതമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷമുണ്ട്. ഏത് വിധേനയും കേരളം പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി RSS രംഗത്തെത്തിയിരിക്കുന്നു, BJP രംഗത്തെത്തിയിരിക്കുന്നു. അത് ദേശാഭിമാനി എഡിറ്റർ മനോജേട്ടനൊക്കെ വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഫാക്ട്, ഞാൻ ആ ഫാക്ട് ഒന്നും ഉദ്ധരിക്കുന്നത്, കാരണം അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടിയ ഫാക്റ്റാണ് ഉദ്ധരിച്ചുകൊണ്ട് ഏതെല്ലാം രീതിയിലാണ് CPM-നെ കണ്ണൂർ തകർക്കാം എന്നതിനെ പറ്റി അവർ ആലോചിക്കുന്നതെന്നും ഗൂഢാലോചന നടത്തുന്നതിനെ പറ്റിയുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കേരളത്തിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് വർഗീയ, അത് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള വർഗീയ സംഘടന, പോപ്പുലർ ഫ്രണ്ട് പോലുള്ള വർഗീയ സംഘടനകളാണെങ്കിലും RSS പോലുള്ള സംഘടനകളാണെങ്കിലും അവർ ഇവിടെ കടന്നു കയറി ഇവിടെയുള്ള സെക്കുലർ ഫാബ്രിക്കിനെ അപകടപ്പെടുത്തുകയും ഇവിടെയുള്ള ജനാധിപത്യത്തിനെയും സെക്കുലറിസത്തിനെയും കാവലാളുകളായി പ്രവർത്തിക്കുന്ന സെൻറ്റർ ലെഫ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റുകളെ, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ആണോന്നില്ല, കോൺഗ്രസ് പോലുള്ള മൂവ്മെൻറ്റുകളെല്ലാം തന്നെ ഏതെങ്കിലും രീതിയിൽ ആ രീതി അപകടപ്പെടുത്താൻ ശ്രമിച്ച സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമായിട്ട് ഇടപെടുകയും അതിൻ്റെ ഭാഗവാക്കാകാതെ മാറി നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു തെറ്റ്, കമ്മ്യൂണലിസവും തീവ്രവാദവും കേരളത്തിൽ ഉയർത്തുന്ന തെറ്റ് വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ്. എന്നാൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഏത് വിധേന ഇവരുടെ ഈ ഒരു ഭരണം നിലനിർത്താൻ വേണ്ടി ആരുമായിട്ട് സഖ്യം കൂടാം, മാത്രമല്ല CPM-നെ തകർക്കുക എന്നുള്ള അജണ്ട മുൻ കോൺഗ്രസ് ലീഡർഷിപ്പിന് വ്യത്യസ്തമായി, ഇപ്പോൾ ആന്റണിയുടെ കോൺഗ്രസ് അല്ലെങ്കിൽ കെ കരുണാകരൻ്റെയൊക്കെ ലീഡർഷിപ്പിന് വ്യത്യസ്തമായി അവർക്കെല്ലാം ഇലക്ഷനിൽ വിജയിക്കണമെന്നല്ലാതെ ഇവിടെ CPM-നെ പ്രസക്തി അവർ മനസ്സിലാക്കിയിരുന്നു, ആ പ്രസ്ഥാനത്തെ തകർക്കരുതെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു പ്രസക്തി പോലും മനസ്സിലാക്കാതെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഉമ്മൻചാണ്ടിയും RSS നടത്തിയ ഗൂഢാലോചന തന്നെ ആയിട്ടാണ് ഇത് കാണാൻ പറ്റുക. അതുകൊണ്ട് തന്നെ ഇവരിപ്പം വിചാരിക്കുന്നത് ജയരാജനെ ജയിലിലാക്കിക്കൊണ്ട് ഒരു കൊലക്കത്തി പാർട്ടി എന്നുള്ള ഇമേജ് CPM-ന് ഒന്നും കൂടി സ്ഥാപിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് ചില മേഖലകളിലൊക്കെ ഒരു പക്ഷേ ഇമ്പാക്റ്റ് ഉണ്ടാക്കാമായിരിക്കും, അതില്ലാന്ന് ഞാൻ. പക്ഷേ അതിൽ കൂടുതലായി ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത് കേരളം പിടിക്കാൻ വേണ്ടി കമ്മ്യൂണൽ ആയിട്ടുള്ള ശക്തികൾ, RSS-ഉം അതുപോലെ NDF പോലെയുള്ള ശക്തികൾ നടത്തുന്ന ശ്രമങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചന എന്ന രീതിയിൽ തന്നെയാണ് ഈ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പുള്ള ഈ അറസ്റ്റും ഈ അവസാന നിമിഷം പ്രതി ചേർക്കലും എല്ലാം തന്നെ പ്രബുദ്ധമായ കേരളം കാണുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ മലബാറിൽ ഇത് സത്യത്തിൽ CPM-ന് ഗുണം ചെയ്യുക. കാരണം ഞങ്ങൾക്കറിയാം അവിടെ എന്താണ് കണ്ണൂർ നടക്കുന്നത്, ആരാണ് ജയരാജൻ. സൗത്തിലോട്ടാണ് ഒരുപക്ഷെ കുറച്ചെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ സാധ്യത. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ജയരാജേട്ടൻ തന്നെ ഫസ്റ്റ് MLA ആയിരുന്ന ഒരു സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആന്റണിയെ കാണാൻ പോയി, അന്ന് ആന്റണിയെ മുഖ്യമന്ത്രി. അപ്പോൾ ആന്റണി പറഞ്ഞു, ജയരാജ ഞാൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ പ്രതീക്ഷിച്ചത്. അപ്പോൾ ജയരാജേട്ടൻ ചിരിച്ചുകൊണ്ട് വെച്ചു, അത് നിങ്ങളെന്താ പ്രതീക്ഷ, ഞാൻ വാളും കൊണ്ട് വരുമെന്ന്. ഞാനിതൊന്നും അല്ലല്ലോ ജയരാജ കേട്ടത്, നിങ്ങൾ ഇത്തിരി നല്ല മനുഷ്യനായിരുന്നോ എന്ന് ആന്റണി ചോദിച്ചു. ഇത് ജയരാജേട്ടനോട് കള്ളം പറയേണ്ട ആവശ്യമില്ല. അതാണ് ജയരാജനെ പറ്റി കണ്ണൂർ ലീഡർഷിപ്പ് തെറ്റായിട്ടുള്ള പ്രചാരണം അയച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ. അവരെ അടുത്തറിയുമ്പോൾ അത് വളരെ കൃത്യമായി മനസ്സിലാക്കും. അതെല്ലാം സൗത്തിലുള്ള ആളുകൾ കൂടി ഇനി മനസ്സിലാക്കാൻ പോവുകയാണ് ഈ വിചാരണയും കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്ന സന്ദർഭത്തിൽ. അതായത് ഈ കേസ് ചുമത്തിയത്, അതായത് ബോംബെറിഞ്ഞ് ആദ്യമായല്ല രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ നടക്കുന്നത്. അത്തരത്തിലൊരു കൊലപാതകത്തിൻ്റെ ഈ ഒരു കൊലപാതകം മാത്രം UAPA ചുമത്തുന്നു. അതും സംസ്ഥാന സർക്കാർ 1/7/2014 തന്നെ ആണ് ഈ കേസ് സംഭവിക്കുന്നതും. അന്ന് തന്നെ സംസ്ഥാന സർക്കാർ UAPA ചുമത്തുന്നു. തുടർന്നാണ് CBI-യിലേക്ക് എത്തുന്നത്. 505 ദിവസങ്ങൾ നടത്തിയിട്ടും ഇല്ലാത്ത ജയരാജൻ 508-ാം ദിവസമാണ് പ്രതിയാകുന്നത്. ഇത്തരം CPIM-ന്റെ വാദങ്ങൾ ഒരുപക്ഷെ ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ആകും എന്നതാണോ ഫക്രുദ്ദീൻ? തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ഞാനിത് കോൺഗ്രസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞത്. കാരണം ഇതൊരു BJP ഗവൺമെന്റ് ആണ് സ്റ്റേറ്റിലെങ്കിൽ അവർ UAPA ചുമത്തിയാൽ നമുക്കറിയാം. ഇതിപ്പോൾ UAPAയുടെ പിന്നെ നിബന്ധനകൾ അനുസരിച്ച്, അതിൻ്റെ നോംസ് അനുസരിച്ച് ഒരുപക്ഷെ അതിൻ്റെ പരിധി വരുമായിരിക്കും. പക്ഷേ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആണല്ലോ വേണ്ടത്. ആ രീതിയിൽ ഒരു വർഗീയ കലാപമോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സബോട്ടാഷ് ചെയ്യാനുള്ള ശ്രമമൊന്നല്ലല്ലോ.
അത്തരം നിയമങ്ങൾക്ക് അത്തരം സംഭവങ്ങൾ നടക്കുമ്പോഴാണല്ലോ ടാഡ പോഡ UAPA പോലെയുള്ള നിയമങ്ങൾ നമ്മൾ നടപ്പിലാക്കുക. UAPA നിയമം തന്നെ ഈ രീതി കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ്? ബോംബെയിൽ ഭീകരാക്രമണം നടക്കുകയും രാജ്യസുരക്ഷ അപകടത്തിലാകുകയും ചെയ്ത സംഭവത്തിലാണ്. ആ സാഹചര്യം ഇവിടെ ഇല്ല. ഇവിടെ അങ്ങനെ സാഹചര്യമില്ല. ഇത് കണ്ണൂർ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒന്നാണ്. അതിൽ CPM അതിൽ പങ്കാളിയാണോ എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഈ രീതിയിലൊരു ഗൂഢാലോചന കൊണ്ടുവന്നതിന് പിന്നെ അതിശക്തമായ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. അത് ബേസിക്കലി CPM-നെ താക്കലല്ല, CPM ഉള്ളത് കൊണ്ടാണ് ഇവിടെ ആത്യന്തികമായി കേരളത്തിലെ ഈ ഒരു സെക്യുലർ സെന്റർ ലെഫ്റ്റ് പൊളിറ്റിക്സ് അങ്ങനെ നിലനിൽക്കുന്നത്. അപ്പൊ CPM-നെ താക്കുക എന്നുള്ളത് കേരളത്തെ പ്രബുദ്ധമായ കേരളത്തെ താക്കുക എന്നുള്ള ഗൂഢാലോചന, അതാണ് മലയാളി തിരിച്ചറിയേണ്ടത്. ഇപ്പം ജയരാജനാണെങ്കിലും അല്ലെങ്കിൽ കാരായിമാരാണെങ്കിലും പിണറായി വിജയനെ കണ്ണൂർ ഒരു പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അക്രമങ്ങളുടെ കാലഘട്ടത്തിൽ പ്രതിരോധിക്കുക എന്നുള്ള ഏതൊരു മനുഷ്യന്റെ അവകാശമാണ്. അതാണ് കണ്ണൂരെ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ കണ്ണൂർ വഴി കേരളത്തിൽ ഈ ഒരു സെക്യുലറിസത്തെ ശക്തമായി അല്ല, ശരി, ഫക്രുദ്ദീൻ നിരീക്ഷിക്കുന്നതിൽ എനിക്ക് സംശയം. അതായത് സെക്യുലറിസത്തെ ആക്രമിക്കുകയും ഇവിടെ സ്പേസ് കണ്ടെത്താനുമാണ് RSS ശ്രമിക്കുന്നതെങ്കിൽ എന്തിന് RSSന്റെ CBI അല്ലെങ്കിൽ RSS കത്തയച്ച് CBI കൊണ്ട് ഇത്തരത്തിൽ ആക്കുന്നതിന് മുമ്പ് തന്നെ UAPA സംസ്ഥാന സർക്കാർ തലത്തിൽ എങ്ങനെ നടത്തപ്പെടുന്നു? സംസ്ഥാനം ഭരിക്കുന്നത് UDF ആണല്ലോ, BJP അല്ലല്ലോ. അല്ല, ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ. ഒന്നാമത് RSSനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഒരു സെക്യുലർ ഫേബിക്കിനെ താക്കണം, കണ്ണൂർ പിടിക്കുക എന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ട് കണ്ണൂർ മാത്രം ഇത്ര സംഘർഷം നടക്കുന്നു? ഒരുപക്ഷെ RSS അതിന് കൂടുതൽ സ്വാധീനമുള്ള സ്ഥലങ്ങളാണ് സെൻട്രൽ ട്രാവൻകൂർ, തിരുവനന്തപുരം ഒക്കെ. എന്തുകൊണ്ട് അവിടെ ഉണ്ടാവുന്നില്ല? കണ്ണൂരാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മനസ്സും ശരീരവും ഒരുപോലെ ചോന്ന സ്ഥലമാണ്. ആ ഒരു ബ്രെയിനിനെ തകർത്ത് കഴിഞ്ഞാൽ മാത്രമാണ് മറ്റ് സ്ഥലങ്ങളിൽ ഈ പാർട്ടിയെ നശിപ്പിക്കാൻ പറ്റും. അത് അവർക്കറിയാം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉദ്ദേശം അവർക്ക് ഭരണ തുടർച്ച നിലനിർത്തണം. കോൺഗ്രസിന് അധികാരത്തിൽ അങ്ങ് പിടിച്ചു നിന്നാൽ മതി. അത് ഈ ഗവൺമെന്റ് ഗുണദോഷങ്ങൾ അതൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ആ അധികാരത്തിൽ പിടിച്ചു നിർത്താൻ ഈ അഴിമതി കേസുകളൊക്കെ മറച്ചു വെക്കണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത വർഷം കൂടി അവർ ഭരണ തുടർച്ച ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ വഴി എന്താണ്? കണ്ണൂരെ പാർട്ടിയെ തകർക്കണം. അതാണ് പ്രശ്നം. ഈ കണ്ണൂർ പാർട്ടി ഇത്രമാത്രം ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് അവർക്ക് ഭരണ തുടർച്ച വേണം, ഇവരുടെ കമ്മ്യൂണൽ അജണ്ട നടപ്പിലാക്കാൻ വേണം. കാലാകാലത്ത് വിവരമുള്ള കോൺഗ്രസ്സുകാർ, അത് കരുണാകരനാണെങ്കിലും ആന്റണിയാണ്, കരുണാകരൻ്റെ സമയത്തും ആന്റണിയുടെ സമയത്തൊക്കെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ട് കോൺഗ്രസ്സുകാർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവരൊന്നും തന്നെ ഈ രീതിയിലുള്ള CPM-നെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് അവർ ഇടപെട്ടിരുന്നത്. കാരണം അവർക്കറിയാം ഈ പ്രസ്ഥാനം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഇക്വിലിബ്രിയം നിലനിർത്താൻ പറ്റുള്ളൂ. അവർക്ക് ജനാധിപത്യത്തോടും മതേതരത്വത്തോടുള്ള പ്രതിബദ്ധത ഉണ്ടായിരുന്നു. അരുവിക്കര ഉൾപ്പെടെയുള്ള സന്ദർഭങ്ങൾ നമ്മൾ കാണുന്നത് ഈ ഒരു UDF ഗവൺമെന്റിന് അങ്ങനെ ഒരു പ്രതിബദ്ധതയില്ല. സ്വന്തം കാര്യം നോക്കി പോകണം, അതിനെ ഏത് ചെറുത്താനും കൂട്ടുപിടിക്കും. അതായത് ഒരു കാര്യം, CPIM വിരുദ്ധർക്ക് അല്ലെങ്കിൽ P ജയരാജൻ തന്നെ ഉപയോഗിച്ച വാക്കൊരു പക്ഷേ അല്പനേരത്തേക്ക് ഞാൻ കടമെടുക്കുന്നു, CPIM-ന്റെ ശത്രുക്കൾക്ക് ഒരുപക്ഷെ കൂടുതൽ ഭീഷണി ജയിലിന് പുറത്തുണ്ടായിരുന്ന P ജയരാജനാണോ, അതോ ഇപ്പോൾ നിയമ നടപടികളിലേക്ക് നടന്നു നീങ്ങി 1 മാസം റിമാൻഡ് കിട്ടിയ ജയരാജനാണോ കൂടുതൽ ഭീഷണി, കൂടുതൽ അപകടം? ഈ ജയരാജൻ കൂടുതൽ അപകടകാരിയാണ്. കാരണം വെച്ചാൽ ഈ ജയരാജന്റെ ഫൈറ്റ് ഇതിപ്പം ഒന്ന് കണ്ണൂർ ജയരാജൻ ജീവിക്കുന്ന രക്തസാക്ഷി നീതിയിൽ കണ്ണൂർ മലബാറിലൊക്കെ ഒരു ആവേശം തന്നെയാണ് കേരളത്തിലെ സഖാക്കൾക്കും. ഇപ്പോൾ ജയരാജൻ നടത്തുന്ന ഈ ഒരു ഫൈറ്റ് എന്ന് വെച്ചാൽ കേരളത്തിലെ ഒരു പ്രബുദ്ധമായ കേരളത്തെ സെക്യുലർ ഫേബിക് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജയരാജൻ ക്രൂശിക്കപ്പെടുമ്പോൾ അത് ആത്യന്തികമായി സൂക്ഷിക്കപ്പെടുന്നത് പ്രബുദ്ധമായ കേരളത്തിന്റെ മനസ്സാകുന്ന രീതിയിൽ സ്വാഭാവികമായിട്ടും അത് കേരളം കാണുകയും 100% ആളുകൾ കാണുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്ന് ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് അകന്ന് നിൽക്കുന്ന വലിയ ജനവിഭാഗങ്ങളുടെ ഇടയിൽ ഈ NDF-ഉം അതുപോലെ തന്നെ RSS-ഉം ഒക്കെ വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ, അല്ല അവർ വളർന്നു വരുന്നു എന്ന് തോന്നലുണ്ടാകുന്ന സാഹചര്യത്തിൽ അവർ കൂടുതൽ പ്രോ ലെഫ്റ്റായി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ഇടയിലെല്ലാം തന്നെ കൂടുതൽ സ്വീകാര്യത ജയരാജനും ഇടതുപക്ഷത്തിനും കിട്ടുന്ന ഒരു അവസ്ഥാവിഷയം സംജാതമാകാനാണ് കാരണം ഇത് ഒരുപാട് പ്രശ്നങ്ങൾ ഈ കേസിലുണ്ട്. അവസാന നിമിഷം പ്രതി ഇറക്കപ്പെടുന്നു. എന്തുകൊണ്ട് ഈ 1ാമത്തെ പ്രതിയോടില്ലാത്ത വൈരാഗ്യം ജയരാജനിൽ ഈ 4ാമത്തെ പ്രതിയോട് ഉണ്ടാകുന്നു? ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കണ്ണൂരെ രാഷ്ട്രീയ കൊലപാതകങ്ങളെ ഒരു തുടർച്ചയാണ് ഈ കാര്യം എന്നുള്ള കാര്യത്തിൽ ഞാൻ എതിരഭിപ്രായമൊന്നും പറയുന്നില്ല. പക്ഷേ ഈ രീതി ജയരാജനിലേക്ക് എല്ലാ ഫോക്കസും വരുമ്പോൾ ആത്യന്തികമായിട്ട് അതിന്റെ ഉദ്ദേശം മറ്റൊന്നാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തേണ്ടതായി വരും. അതായത് ഫക്രുദ്ദീൻ മുമ്പോട്ട് വെക്കുന്ന യുക്തി ഈ സമയത്ത് ഒരുപക്ഷെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഒരുപാട് തവണ നമ്മളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ഘട്ടത്തിൽ അത് പ്രസക്തമാവുകയാണ്. അതായത് മൃതപ്രാണമായ കൈയാക്കിയ അല്ലെങ്കിൽ ഇടത് കൈയുടെ തള്ളവിരൽ വെട്ടിയെടുത്ത് P ജയരാജനെ ഈ അവസ്ഥയിലേക്കാക്കിയ, ശാരീരികമായി വെല്ലുവിളി നേരിടുന്ന ഈ അവസ്ഥയിലേക്ക് എത്തിയ RSSന്റെ ആക്രമണം, ആ ആക്രമണത്തിന്റെ തുടർച്ചയായി ഇതിനെയും കാണാം എന്ന് തന്നെയാണോ ഫക്രുദ്ദീൻ നിരീക്ഷിക്കുന്നത്? തുടർച്ചയല്ല, ഇത് കൂടുതൽ ഫെയ്റ്റൽ ആയിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ പിണറായി വിജയനെയും P ജയരാജനെയും
കാരായിമാനെ ഒതുക്കി കഴിഞ്ഞാൽ മാത്രമാണ് ഏതെങ്കിലും രീതി അവർ സ്കോപ്പ് ഉണ്ടാവുള്ളൂ. പക്ഷെ അവർ തെറ്റിദ്ധാരണയാണ്. കാരണം എന്ന് വെച്ചാൽ ഇവർ വളർത്തിക്കൊണ്ടുപോയ ജനറേഷൻ ഉണ്ട്. ഇവരാണ് സ്കെലിറ്റൻ. കേരളത്തിലെ പാർട്ടിയുടെ സ്കെലിറ്റൻ എന്ന് വെച്ചാൽ കണ്ണൂർ ബേസ്ഡല്ല, കണ്ണൂരാണ് ഈ സെക്യുലറിസത്തിന്റെയും ജനാധിപത്യത്തിനും വേണ്ടി ഈ ഫൈറ്റ് നമ്മളൊക്കെ ഇവിടെ ബുദ്ധിപരമായ ഫൈറ്റ് നടത്തുന്നുള്ളൂ, ഫിസിക്കലി നടത്തുന്നത്. അവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാവുമെന്ന് വെച്ചാൽ അവിടെ ഒരു RSS എന്നാന്ന് വെച്ചാൽ അത് ജീവൻ മരണ പോരാട്ടം. അത് രണ്ട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. കോൺഗ്രസ്സുകാർ ഇപ്പം പിന്നെ ആണും പെണ്ണും കേട്ട നിലപാടെടുക്കുന്നതുകൊണ്ട് അവർക്ക് അത്ര പ്രശ്നമില്ല, അവർ തമ്മിൽ അടുപ്പിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ഫൈറ്റിന്റെ ഭാഗമായിട്ടാണ് ഇത് നമ്മൾ കാണേണ്ടത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർ കൊണ്ടുവന്ന ജനറേഷൻ ഉണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി, ഫേസ്ബുക്കിലൊക്കെ ലെഫ്റ്റിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഫൈറ്റ് നടത്തുന്ന ഈ പറയുന്ന റെവല്യൂഷണറി തിങ്കേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ്, അവർ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചാകാൻ തയ്യാറാണ്. അവർ കമ്മിറ്റഡ് ആണ്. വെറുതെ ഈ മതവിശ്വാസത്തെ പുറത്ത് ഒരു അന്ധവിശ്വാസത്തെ പുറത്ത് പോകുന്നതല്ല, യുക്തിസഹമായി കേരളത്തിലെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി ഇത് നിലനിൽക്കേണ്ടത് കേരളത്തിന്, ഞങ്ങൾ മരിച്ചാൽ ഇത് നിലനിൽക്കേണ്ടത് കേരളത്തിൻ്റെ ഭാരതത്തിൻ്റെ ആവശ്യകത എന്ന് തിരിച്ചറിഞ്ഞ സഹാക്കളാണ്. അവരെ കൂടുതൽ ഉത്തേജിതരാക്കിയുള്ളൂ. തെറ്റിദ്ധാരണയാണ്. ജയരാജനെ കൊന്നാൽ അത് ജയരാജന്റെ രക്തമല്ല പിണറായി വിജയന്റെ രക്തം എന്നൊക്കെ പറഞ്ഞാൽ അതിൽ നിന്ന് 10,000-കണക്കിന് മറ്റ് ജയരാജന്മാരും പിണറായി വിജയന്മാരും ഉയർന്നു വരും. ശരിയാണ്. അങ്ങനെയെങ്കിൽ ശ്രീ ഫക്രുദ്ദീൻ, നമുക്ക് നിഷ്പക്ഷമായി നിരീക്ഷിക്കാം. അതായത് RSSകാരും CPIMകാരും കോൺഗ്രസ്സുകാരും മാത്രമല്ലല്ലോ കണ്ണൂരുള്ളത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഉള്ളത്. മറ്റ് നിഷ്പക്ഷരായ ഒരു ജനതയുണ്ട്. അത് എല്ലാ മതവിഭാഗത്തിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ അഭ്യുദയകാംക്ഷികളിലുമുണ്ട് ആ നിഷ്പക്ഷതയുടെ സ്വഭാവം. അവിടെ എങ്ങനെയാകും P ജയരാജന്റെ ഈ സംഭവം പ്രതിധ്വനിക്കുക? അവിടെ ഒന്നാമത്തെ ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ UDF ഫസ്റ്റ് ലാപ്പിൽ ചെറിയൊരു വിജയം കിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഒരു കൊലപാതകക്കാരുടെ പാർട്ടിയല്ല, കണ്ണൂർ ഒരു കൊലപാതകത്തിന്റെ കേന്ദ്രം എന്നുള്ള ഒരു തരത്തിലുള്ള തോന്നൽ നമ്മുടെ മലയാള മനോരമ പോലെയുള്ള പത്രങ്ങൾ ചരിച്ചുകൊണ്ട് കാര്യങ്ങൾ റിപ്പോർട്ട്, ചരിത്രപരമല്ലാതെ ജസ്റ്റ് വസ്തുനിഷ്ഠം പോലും അല്ലാതെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ഇത് കൊണ്ട് ഡിബേറ്റ് ചെയ്യാൻ പോകില്ലേ ഓരോരോ കാര്യങ്ങൾ. എന്തുകൊണ്ട് ആദ്യം പ്രതി ഇറക്കപ്പെട്ടില്ല, എന്തുകൊണ്ട് ഒന്നാമത്തെ പ്രതിയോടുള്ള ദേഷ്യം ഈ പ്രതിയോട് ഉണ്ടായിട്ടില്ല, എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് മാത്രമാണ് പിന്നെ വിക്രമനായിട്ടുള്ള ബന്ധമാണ്, അതുകൊണ്ട് ഇന്നലെ സംശയം ചോദിച്ച പോലെ സലീം രാജുമായിട്ട് ഉമ്മൻചാണ്ടിക്കുള്ള ബന്ധത്തിന് പുറത്ത് സലീം രാജ് ചെയ്ത കാര്യങ്ങൾ ഉമ്മൻചാണ്ടി ഭാഗമാക്കാവോ? സരിത കോൺഗ്രസ്സുകാരിയാണ്, അതായത് സരിത ചെയ്ത കാര്യങ്ങൾ ഉമ്മൻചാണ്ടി ഭാഗമാക്കാന്ന് ഇവർ സമ്മതിക്കുന്നില്ലല്ലോ. അതൊക്കെ പറഞ്ഞല്ലേ ഇവർ നിൽക്കുന്നത്. സ്വാഭാവികമായിട്ട് ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു സന്ദർഭത്തിൽ ആ രീതിയിലുള്ള ചർച്ചകൾ വരുമ്പം പിന്നെ ഇതിൻ്റെ ഒരു ജയരാജേട്ടൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് കൂടി പുറത്തു വരുമ്പോൾ അത് ചർച്ചയ്ക്ക് വിധേയമാകുമ്പോൾ മുമ്പത്തെ പോലെ അല്ല, 4-5 പത്രങ്ങളുടെ കാലഘട്ടമല്ല, ഏതാണ്ട് 10ഓളം ടെലിവിഷൻ ചാനലുകൾ, ന്യൂസ് ചാനലുകൾ, ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായിട്ടുള്ള കാലഘട്ടത്തിൽ മലയാളിയുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് മലയാളിയുടെ സെക്യുലർ ജനാധിപത്യ ബോധം. ആ ജനാധിപത്യ ബോധമായിട്ട് ബന്ധപ്പെട്ട് ഒരുപക്ഷെ CPM നമുക്ക് കുറച്ച് വ്യത്യസ്തമായ അഭിപ്രായം കണ്ടാണ്, പാർട്ടിയാണ് ശരിയെന്നുള്ള ഒരു തോന്നലുണ്ട്. എന്നാൽ സെക്യുലറിസത്തെ കേരളത്തിൽ നിലനിർത്തുന്ന പാർട്ടിയുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മലയാളി സ്വകാര്യമായി അഹങ്കരിക്കുന്നവർ എവിടെ പോയാലും ഞങ്ങളെ നാട് നോക്കൂ, ഇങ്ങനെ വർഗീയ കലാപങ്ങളൊന്നുമില്ല, നിങ്ങളെ നാട് പോലെ അല്ലാതെ മലയാളി പറയും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ആ രീതിയിൽ മലയാളി കാര്യങ്ങൾ കാണുമ്പോൾ നാളെ ഈ സംഭവം എന്തെങ്കിലും തെറ്റായ ഇമേജ് അല്ല എന്തെങ്കിലും മോശമായ ഇമേജ് ജയരാജനും കണ്ണൂർ ലീഡർഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അതുകൂടി കളഞ്ഞ് അവരെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും മലയാളിയുടെ മനസാക്ഷിയെ സംബന്ധിച്ചിടത്തോളം. ഞാൻ പറയുന്നത് സെക്കുലറായി ചിന്തിക്കുന്ന മലയാളി, വർഗീയവാദികൾ നിങ്ങൾ എന്ത് വന്നിട്ട് കാര്യമില്ല, അവൻ കണ്ണു നോക്കാനും പോകില്ല. കാരണം അവൻ ഉറങ്ങുന്നവനല്ല, ഒക്കെ നടിക്കുന്നവനാണ്. അവനെ നിങ്ങൾക്ക് വിളിച്ചുണർത്താൻ പറ്റില്ല, ചവിട്ടി ഉണർത്താൻ പറ്റുള്ളൂ. അവനെ ചവിട്ടി ഉണർത്തണ്ട, അവൻ അവിടെ ജീവിച്ചോട്ടെ. തീർച്ചയായും. അതായത് സാമൂഹികമായി അവിടുത്തെ പ്രത്യേകതകൾ കൊണ്ട് ഒരു പക്ഷേ രാഷ്ട്രീയമായി പ്രവർത്തിക്കുന്നവർ തമ്മിൽ വൈര്യമുണ്ടാകാം. അത് അവിടുത്തേതായ പ്രത്യേകതയാണ്. ഒരുപക്ഷെ തിരുവനന്തപുരത്തേക്കാൾ കുറവായിരിക്കും കണ്ണൂരിൽ കൊലപാതക റേറ്റ് നടന്നത്. അത് മറ്റൊരു വിഷയം. അത്തരത്തിൽ വൈകാരികമായി പ്രതികരിക്കുന്നവർ തമ്മിൽ കൊല്ലപ്പെട്ട എളന്തോടത്ത് മനോജ് തന്നെ പല കൊലപാതക കേസിലെയും പ്രതികളാണ്, അല്ലെങ്കിൽ P ജയരാജനെ ആക്രമിച്ച കേസിലെ 5ാം പ്രതിയാണ്. അത്തരത്തിൽ ഇവരൊക്കെ തമ്മിലുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വൈകാരികമായ എടുത്തുചാട്ടത്തിൽ ഉണ്ടാകുന്ന ഇത്തരം കൊലകൾ തീർച്ചയായും അതിനെ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. അത്തരം കൊലകൾക്ക് എങ്ങനെയാണ് നേതൃത്വം പങ്കുവഹിക്കുന്നത്? ആ നേതൃത്വത്തെ ഗൂഢാലോചനയിൽ ഇവിടെ ഉൾപ്പെടുത്തിയതിൽ ആസൂത്രിതമായ നീക്കമുണ്ട്. ഇതാണ് ഫക്രുദ്ദീൻ നിരീക്ഷിച്ചതിൻ്റെ കാതലെന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ അതിലേക്ക് എത്താം. സിജു കണ്ണൻ ചേരുന്നു. സിജു കേൾക്കാമെങ്കിൽ? പി വി കുട്ടൻ ഒരു കാര്യം കൂടി, അതായത് ശാരീരികമായി RSS ആക്രമണത്തിൽ ഒരുപാട് അവശതകൾ നേരിടുന്ന വ്യക്തിയാണ് P ജയരാജൻ ഇപ്പോൾ കുറേ ദിവസങ്ങളായി പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുമായിരുന്നു, ഹൃദയ സംബന്ധമായി. അവിടെ നിന്നാണോ ഇന്ന് നിയമ നടപടികളിലേക്ക് എത്തിയത്, ഇപ്പോൾ റിമാൻഡിലേക്ക് പോയത്? കുട്ടൻ. തീർച്ചയായും അജിം ഷാദ്, കഴിഞ്ഞ കുറേ നാളുകളായി ഹൃദയ സംബന്ധമായ അസുഖം മൂലം P ജയരാജൻ അജിംഷാദ് തീർച്ചയായും കഴിഞ്ഞ കുറേ നാളുകളായി ഹൃദയ സംബന്ധമായ അസുഖം മൂലം P ജയരാജൻ പരിയാരത്ത് സഹകരണ ഹൃദയാലയയിൽ ചികിത്സയിലായി. തീർച്ചയായും കുട്ടൻ സാങ്കേതികമായി എന്തോ തകരാറുകളൊക്കെ പിണഞ്ഞു, വ്യക്തമാകുന്നില്ല. ശബ്ദം ക്ലിയർ ആയതിനു ശേഷം എത്താം. ഫക്രുദ്ദീൻ,
ഇത്തരത്തിൽ ഒരു കാര്യം നമ്മൾ പറഞ്ഞു വന്നത് ആ ഒരു തുടർച്ചയായാണ്. ഒരുപക്ഷെ സെക്കുലറിസത്തിന് വേണ്ടി ഒരു നിലപാടുകൾ കടുപ്പിച്ചു നിൽക്കുന്നവർ ഒരുപക്ഷെ ഇത്രയേറെ സംഘർഷഭരിതമായ രാഷ്ട്രീയ കാലാവസ്ഥകളിലൂടെ നീങ്ങിപ്പോകും. ഒരുപക്ഷെ 500 വർഷത്തെ കണ്ണൂരിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും സമാധാനപരമായ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒഴിഞ്ഞ ഒരു സമയമാണ് നാം കണ്ടത്. ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തിയ എന്ന വൈകാരികമായ അത്തരത്തിലുള്ള സംഘർഷങ്ങൾ എതിർക്കപ്പെടേണ്ടതാണ്, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എതിർക്കപ്പെടേണ്ടതാണ്. പക്ഷേ അതിന് ഗൂഢാലോചനയുടെ ഒരു വശം ഉണ്ടാകാൻ സാധ്യതയില്ല. അവിടുത്തെ ഒരു രാഷ്ട്രീയ രീതി അനുസരിച്ച് അണികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഒരു പ്രശ്നത്തിൽ ഉൾപ്പെട്ട ആൾ മറ്റൊരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇതിനകത്തേക്ക് നേതൃത്വത്തെ പി ജയരാജനെ പോലെ സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന, ജില്ലാ സെക്രട്ടറിയാണ് എങ്കിൽ പോലും സംസ്ഥാന തലത്തിലേക്ക് അറിയപ്പെടുന്ന ഒരു പി ജയരാജനെ പോലെ ഒരു നേതാവിനെ ഈ ഗൂഢാലോചനയിലേക്ക് കൊണ്ടുവരുന്നു എന്നത് വളരെ ആസൂത്രിതമായ നീക്കമാണ് എന്ന് CPM സംശയിക്കുന്നതിന് വസ്തുതാപരമായ പിൻബലങ്ങളുണ്ടോ? അല്ല, രണ്ട് കാര്യത്തിൽ ഒന്ന് പ്രീ ഫാക്ടോ റാഷണലിസവും പോസ്റ്റ് ഫാക്ടോ റാഷണലിസം എന്ന് പറയും. എന്ന് വെച്ചാൽ പ്രീ ഫാക്ടോ റാഷണലിസം വെച്ചാൽ ഞാനിപ്പോൾ അജിൻസാദ് ഒരു കള്ളനാണെന്ന് എനിക്ക് തെളിയിക്കണം, ഞാൻ ഓൾറെഡി മനസ്സിൽ ഇതൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അജിൻസാദ് ഇവിടെ നിന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് അജിൻസാദിൻ്റെ താമായ വീഴ്ചകളൊക്കെ ഉണ്ടാവില്ല, പാളിച്ചകളൊക്കെ ഉണ്ടാവും, ഞാൻ അതൊക്കെ നോട്ട് ചെയ്തുകൊണ്ട് ഇയാൾ കള്ളം പറയാമെന്ന് അങ്ങ് സ്ഥാപിക്കും, എൻ്റെ മനസ്സിലാവും ഓൾറെഡി ഉണ്ട്. രണ്ട് പോസ്റ്റ് ഫാക്ടോ റാഷണലിസം എന്ന് വെച്ചാൽ എന്താണ്? അജിൻസാദ് ഇങ്ങനെ പറയുന്ന കാര്യം ഞാൻ നിങ്ങളെ ഇന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും. അവസാനം ഞാൻ നിങ്ങളുടെ വന്ന് ശരികളുടെയും തെറ്റുകളുടെയും പുറത്ത് നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാണ്. അങ്ങനെയാണ് നമുക്ക് സത്യസന്ധമായ ഒരാളെ പറ്റി അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. മറ്റേ ഫ്രെയിം ചെയ്യലാണ്. ഇവിടെ പ്രീ ഫാക്ടോ റാഷണലിസമാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് കണ്ണൂർ ആരാ ഞാൻ ചോദിക്കട്ടെ, RSSന്റെ പിന്നെ നേതാവുണ്ട് വത്സൻ തില്ലങ്കരി, അവിടെ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പേരിൽ CPM കൊല ചെയ്യപ്പെട്ട വത്സൻ തില്ലങ്കരിനെ പ്രതിയാക്കണ്ടേ? ഇപ്പം സുധാകരനാണ് ഈ രീതിയിൽ മുമ്പ് പ്രതിയാക്കപ്പെട്ട വലിയൊരു നേതാവ്, അതിൻ്റെതായ കാരണങ്ങളും ഉണ്ട്. അങ്ങനെയാണ് കോൺഗ്രസിന്റെ പിന്നെ ഈ പറയുന്ന മുൻ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായ മുല്ലപ്പള്ളി ഉൾപ്പെടെയുള്ള ആളുകളെ പ്രതിയാക്കണ്ടേ? ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഈ രീതിയിൽ ബന്ധങ്ങൾ കാണാൻ പറ്റില്ല അവിടെയുള്ള രാഷ്ട്രീയ ലീഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട്. പി ജയരാജൻ വധശ്രമ കേസുമായി ബന്ധപ്പെട്ട് സുധാകരനെ കണക്ട് ചെയ്യുന്ന തെളിവുള്ളത് കൊണ്ടാണ്. അതല്ലാതെ പിന്നെ അതിനെ കോടതി നിന്നില്ല എന്നുള്ള വേറെ കാര്യം. പക്ഷേ ആ രീതിയിൽ വന്നതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ കണ്ണൂർ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള കരുണാകരൻ മരിച്ചുപോയി, വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കണ്ണൂരിൽ നിന്ന് വന്നിട്ടുള്ള കണ്ണൂർ ബേസായിട്ട് എപ്പോഴെങ്കിലും പ്രവർത്തിച്ചിട്ടുള്ള ആളുകളൊക്കെ ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ നിങ്ങൾ ഗൂഢാലോചന കേസിൽ പ്രതിയാക്കണമെന്ന് വിചാരിച്ചാൽ പ്രതിയാക്കാൻ പറ്റും. ഈ രീതിയിൽ പോയ അരാജകത്വത്തിലെ കാര്യങ്ങൾ പോകും, അതാണ് പ്രശ്നം. അല്ലെ നിങ്ങൾക്ക് കൃത്യമായി കാണിക്കുന്ന തെളിവുകൾ വേണം, ഒരു കോൾ ഡീറ്റെയിലോ അങ്ങനെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തുന്നതിനെ സംബന്ധിച്ച് കൃത്യമായ തെളിവുകളോ അങ്ങനെ ഒരു എന്തെങ്കിലും എവിഡൻസ്, അങ്ങനെ എന്താ എവിഡൻസ് ഇവിടെ വന്നില്ലല്ലോ. ഇവിടെ ഇപ്പം വിക്രമൻ അജ്ഞാതനായ ഒരാളുമായി സംസാരിച്ചു, അത് പിന്നെ ജയരാജനാണ് സ്ഥാപിച്ചെടുക്കുകയായിരുന്നു. നിങ്ങൾ കൊറാബറേറ്റീവുള്ള എവിഡൻസ് എവിടെയാണ്? മാത്രമല്ല ഈ കോടതിയിൽ എത്രത്തോളം ഇത് സ്റ്റാൻഡ് ചെയ്യും, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഉണ്ടായിരുന്നു. ഇവിടെ BJP 14 അധികാരത്തിൽ വന്നോട് 2014 അധികാരത്തിൽ വന്നതോട് കൂടിയിട്ട് 14 അധികാരത്തിൽ വന്നതോട് കൂടിയിട്ട് എങ്ങനെയെങ്കിലും അവരുടെ ഈ ഒരു ഭൂരിപക്ഷമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് CPM-നെ കണ്ണൂർ തുറക്കാനും പ്രകോപിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകുമെന്ന് മനസ്സിലായിക്കൊണ്ട് താഴെത്തട്ടിലുള്ള സഹകരണം, ഞാൻ പറഞ്ഞത് അവർക്കൊരു ആവേശവും മാത്രമല്ല ഈ പാർട്ടി, അവരുടെ ബോധം കൂടിയാണ്. അവർ കുറച്ചുകൂടി റിസ്ട്രെയിൻ ചെയ്യേണ്ടിയിരുന്നു, ഇങ്ങനെ സംഭവം ഇല്ലാതെ നോക്കേണ്ടിയിരുന്നു.